കാര്യം പറട്ടോ, നടന്നിവിടം വരെ ആയി. നീ കുറച്ചുകൂടെ പോയിട്ട് ഞങ്ങളായാലും മേളിൽ ചെന്നിട്ട് വീഡിയോ ഇടാൻ ബാക്കി. ഇപ്പം ആരെങ്കിലും എന്നോട് ചോദിക്കുക എന്തിനാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും നല്ല കാഴ്ചകൾ കാണണം, നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം, നല്ലൊരു കുടുംബം വേണം, നല്ല കുറച്ച് കൂട്ടുകാർ വേണം എന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ. ഞങ്ങൾ ഇന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ സായി പറഞ്ഞു എനിക്കറിയാവുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒന്ന് ചുമ്മാ പോയാലോ എന്ന്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഓക്കെ പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. ബ്രിസ്റ്റോണാസ് ഒബ്സർവേഷൻ ടവർ അതാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ദൂരേന്ന് നിൽക്കുമ്പോഴേ നമുക്കത് കാണാം. വണ്ടി പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഇട്ടിട്ട് കുറച്ചങ്ങ് നടക്കണം. കുറച്ചെന്ന് വെച്ചാൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അടുത്തുണ്ട്. നമ്മളെന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം കാണാൻ പോകുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പിന്നെ ഞങ്ങൾ നോക്കുമ്പോഴാണ് സായി പറയുന്നത് ഏകദേശം ഒരു 300-350 സ്റ്റെപ്പ് ഉണ്ട്, നമ്മളത് കയറി അതിൻ്റെ മണ്ടേ കയറണമെന്നാണ് പറഞ്ഞത്. അത് ഒരു ഇരുമ്പ് വെച്ച് പണിതിരിക്കുന്ന ഒരു സ്റ്റീൽ സ്ട്രക്ചറാണ്. അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏരിയ മൊത്തം കാണാൻ പറ്റും. എന്താ പറയുന്നത്, ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. ലിത്വേനിയയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പോകാൻ എന്നാൽ ഒരു കഥയായാലോ. ഇതിന് കഥ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം. നമ്മൾ ചില സമയത്ത് നമ്മൾ മെഴുകുതിരികൾ വാങ്ങും, ചില പള്ളികളിലൊക്കെ കത്തിക്കാനൊക്കെ ആയിരിക്കും. ഈ മെഴുകുതിരിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇരുട്ടുള്ള ഭാഗങ്ങളൊക്കെ അങ്ങ് വെളിച്ചം തരും. അതാണ് മെഴുകുതിരിയുടെ ഒരു പവർ. നമ്മൾ മെഴുകുതിരികൾ വാങ്ങി ഇരുട്ടുള്ളിടത്ത് വെക്കും. ചിലപ്പോൾ നമ്മൾ നിലത്തായിരിക്കും അത് വെക്കുന്നത്. നിലത്ത് വെക്കുമ്പോഴത്തേനും ഒരു ഇത്ര സറൗണ്ടിങ് മാത്രമേ നമുക്ക് ആ വെളിച്ചം കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മളതെടുത്തൊരു മേളിൽ വെക്കുകയാണെങ്കിൽ, ഒരു പൊക്കത്ത് വെക്കുകയാണെങ്കിൽ ആ റൂം ഫുള്ള് ചിലപ്പോൾ നമുക്ക് ലൈറ്റ് തരും, അല്ലെങ്കിൽ വെട്ടം തരും. പക്ഷെ മെഴുകുതിരിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്, ഈ മെഴുകുതിരി വെട്ടം തരുന്നതിലൂടെ മെഴുകുതിരി തന്നെയാണ് ഉരുകിത്തീരുന്നതെന്ന്. നമ്മുടെ അടുത്തുള്ള ചില ആൾക്കാരും അങ്ങനെയൊക്കെയാണ്. അത് ചിലപ്പോൾ നമ്മുടെ ഫാമിലി ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ആയിരിക്കും. ഇവർ നമുക്കിങ്ങനെ വെളിച്ചം തന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ ഇരുട്ടിലൂടെ ഇങ്ങനെ തപ്പി നടക്കും. പക്ഷെ നമ്മുടെ അടുത്ത് നമ്മുടെ വെളിച്ചം ഇരിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് കണ്ണ് തുറന്ന് കാണാൻ പറ്റാത്ത അവസ്ഥകൾ വരും. എന്നാലും ചില ആൾക്കാർ നമ്മുടെ കൈ കൊണ്ടുവന്ന് പിടിച്ചു തരും, ഈ വെളിച്ചമായിട്ട് നീ മുന്നോട്ട് നടന്നു പോകും. എന്തൊക്കെയാണെങ്കിലും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണെന്നറിയോ? നല്ല വെളിച്ചമുള്ള നല്ല ഫാമിലി, നല്ല കുറച്ച് കൂട്ടുകാർ. ഇതൊക്കെ മതി, ബാക്കിയെല്ലാം വന്നോളും.